ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ താനിപ്പോ കാര്യങ്ങളൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് സമീപിച്ചു തുടങ്ങി. സത്യത്തില് ഇതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കൂട്ട്. താൻ അടുത്തുള്ളപ്പോ ഞാൻ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെയാ കടന്നു പോകുന്നത്. ഞാനിരിക്കേണ്ട മുറിയിൽ എന്റെ സ്ഥാനത്ത് അവൾ ഇരിക്കുന്നേ. ഇരിക്കട്ടെ, ഒരുപാട് കാലമൊന്നും ഇല്ലല്ലോ അവക്ക്. ചേച്ചി ചേച്ചി നീ എന്തിനാണ് ഇപ്പൊ ഇതിനകത്തോട് കയറി വന്നേ? ഇറങ്ങ, കടക്ക പുറത്ത്. ചേച്ചി, ഈ ചേട്ടന് എന്തൊരു ദേഷ്യ! ഇങ്ങനെയാണോ കൊച്ചുകുട്ടികളോട് പെരുമാറുന്നത്? മുത്തശ്ശി പഠിപ്പിച്ചെന്ന കുട്ടികളികളോട് ഇങ്ങോട്ട് വരണ്ട. ആ തള്ളയായിരുന്നു ആദ്യം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അത് കഴിയുമ്പോഴേക്കും എല്ലാം അങ്ങ് നേരെ ആയിക്കോളും. പോട്ടെ വരുൺ, സുഖമില്ലാത്തോണ്ടല്ലേ. മോള് പോയിക്കോ. ഓ, ഇറങ്ങി പോടി കളിക്കാതെ. ശരി ചേച്ചി. ഓ, എന്താണോ ഇതൊക്കെ? ഇവിടെ എങ്ങനെയാ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുക? ജീവിതത്തിനോടൊരു മടുപ്പ് വന്നു തുടങ്ങി. പോട്ടെ വരുൺ. നോക്ക്, ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. എടോ, നമ്മൾ കരുതുന്ന പോലെ അല്ല. തന്നെ എന്നെ ശത്രുക്കളുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉള്ളുകൊണ്ട് യുദ്ധം ചെയ്യാ പലരും. ഈ കണ്ടീഷനിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഫിദ മാഡനോട് പറഞ്ഞു, ഇവിടുത്തെ അവസ്ഥ നേരെയാവുന്നത് വരെ നമ്മളോട് രണ്ടുപേരോടും വേറെ എവിടെയെങ്കിലും ഒന്ന് മാറി നിന്നോളാൻ. ആ, അതൊരു നല്ല ഐഡിയ. അല്ല, നമ്മൾ ഹണിമൂണിനൊന്നും പോയില്ലല്ലോ ഇതുവരെ. അതിനെപ്പറ്റി ഒരു കണ്ടീഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നോക്ക്, നമുക്ക് പോടും. എവിടേക്കെങ്കിലും പോവാം. കുറച്ചു ദിവസം അവിടെ ചെലവഴിക്കാം. എന്തു പറയുന്നു? അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ. അവരോടൊക്കെ ഞാൻ സമ്മതം വാങ്ങിച്ചോളാം. ഇപ്പൊ തന്നെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാം. ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. എന്തിന്? ഇവിടെ എല്ലാം ഉണ്ടല്ലോ. അതെ, ഒരു യാത്രയുടെ കാര്യം തീരുമാനിച്ച അത് പരിചയമുള്ള ഞാൻ പറയാം. അത് താൻ മിണ്ടാതെ അങ്ങ് അനുസരിച്ചാ മതി. താൻ പെട്ടെന്ന് റെഡിയാവും നോക്ക്. അതെ, ആദ്യം ഇത് അവതരിപ്പിക്കുന്നു, സമ്മതം വാങ്ങിക്കുന്നു. എന്നിട്ട് ഞാനും താനും മാത്രമുള്ള ഒരു ലോകത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ മധുരം മുഴുവൻ അങ്ങ് പങ്കിടുന്നു. കേട്ടോ മൈ ഡിയർ വൈഫ്? കേട്ടോ. ആ